നമസ്കാരം. പാദസാം നിജയം വാർന്നൊഴിഞ്ഞളവ് സേതുബന്ധനോദ്യോഗമെന്തൊടോ. ഉണ്ണായി വാര്യരുടെ പ്രശസ്തമായ നളചരിതം 2-ാം ദിവസം ആട്ടക്കഥയിലെ ഇന്ദ്രൻ്റെ പദത്തിലുള്ള വരിയാണിത്. വെള്ളമെല്ലാം ഒഴുകിപ്പോയതിനു ശേഷം ചിറകെട്ടുന്നത് കൊണ്ട് എന്തു പ്രയോജനം ഹേ. ഉണ്ണായി വാര്യർ ചെമ്പടത്താളത്തിൽ മോഹനം രാഗത്തിലാണ് ഈ വരികൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ചെമ്പടത്താളത്തിൽ CPM-ൻ്റെ കേന്ദ്ര കമ്മിറ്റി തെരഞ്ഞെടുപ്പ് ഫലവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് അവതരിപ്പിച്ചപ്പോഴാണ് ഉണ്ണായി വാര്യരെ ഓർത്തുപോയത്. എന്തുകൊണ്ടാണ് ഈ തോൽവിയെന്ന് ഒടുവിൽ പാർട്ടി കണ്ടെത്തിയിരിക്കുന്നു. പാർട്ടിക്ക് സർക്കാരിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അതായിരുന്നു പ്രധാന കാരണം. മുൻകാലങ്ങളിൽ പാർട്ടിക്ക് കേരളത്തിൽ ഭരണമുണ്ടായിരുന്നപ്പോൾ സർക്കാർ നടപ്പാക്കുന്ന പദ്ധതികളൊക്കെ നിരീക്ഷിക്കാനും നിർദ്ദേശങ്ങളൊക്കെ നൽകാനും പാർട്ടി ഉപസമിതിയെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് VS-ൻ്റെ കാലത്താണ് ഹേ. എന്നാൽ പിണറായി വിജയൻ രാജാധിരാജനായി ഭരണത്തിൽ വന്നതോടെ ഉപസമിതിക്കോ കേന്ദ്ര കമ്മിറ്റിക്കോ PBക്കോ യാതൊരു പ്രസക്തിയുമില്ലാതെയായി. പിണറായി സർക്കാരിൻ്റെ കാലത്ത് പോലീസിൻ്റെയും ബ്യൂറോക്രസിയുടെയും സ്വേച്ഛാധിപത്യത്തിനെതിരെ ജനവികാരം ശക്തമായി ഉണ്ടായിരുന്നുവെന്നും പാർട്ടിക്ക് മനസ്സിലായി. ചില മന്ത്രിമാർ ഉദ്യോഗസ്ഥരെ അമിതമായി ആശ്രയിച്ചു. മുൻപൊക്കെയാണെങ്കിൽ ഭരണത്തിലിരിക്കുമ്പോൾ ബഹുജന സംഘടനകൾ ജനകീയ വിഷയങ്ങൾ ഏറ്റെടുക്കുമായിരുന്നു. DYFI പൊതിച്ചോറ് മാത്രമേ ഏറ്റെടുത്തുള്ളൂ. ഇത്തവണ മറ്റൊന്നിനും കഴിഞ്ഞില്ല. അഹങ്കാരം, അഴിമതി, സ്വജനപക്ഷപാതം, ആഡംബര ജീവിതശൈലി എന്നിത്യാദി രോഗങ്ങളൊക്കെ അല്പം ജാസ്തിയായിരുന്നു. നേതാക്കളുടെ മോശം പ്രവണതകളെ നിയന്ത്രിക്കാനായില്ല. അപ്പോഴും നാടുഭരിച്ച പിണറായി വിജയൻ്റെ സ്വേച്ഛാധിപത്യവും അഹങ്കാരവും ധാർഷ്ട്യവും കാരണമാണ് തോറ്റതെന്ന് പറയാനൊരു പൊടി പേടി. പിണ്ണാക്ക് കിട്ടാത്തതിന് ചക്കിനിട്ടിടിക്കുന്നത് പോലെ ഭരണം പോയതോടെ കേന്ദ്ര കമ്മിറ്റി നെഞ്ചത്ത് ഇടിയോടിടിയാണ്. കേട്ടാൽ തോന്നും കേന്ദ്ര കമ്മിറ്റി ഇപ്പോൾ ആകാശത്ത് നിന്നും പൊട്ടി വീണതേ ഉള്ളൂ എന്ന്. കഴിഞ്ഞ 10 വർഷം പിടിച്ചുപറിയും പുലയാട്ടും ജനദ്രോഹവുമായി ഒരു സർക്കാർ ഇവിടെ ഭരിച്ചപ്പോൾ ഈ കേന്ദ്ര കമ്മിറ്റി ചത്തതുപോലെ കിടക്കുകയായിരുന്നു. പാർട്ടിയും ഭരണവും പിണറായി വിജയനിൽ അങ്ങ് കേന്ദ്രീകരിച്ചു. ക്ലിഫ് ഹൗസിലിരുന്ന് പദ്ധതി നടത്തിപ്പെല്ലാം ഭാര്യയും മകളും CM രവീന്ദ്രനും കൂടെ നടത്തി. മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരുന്ന് P ശശി സർക്കാർ സംവിധാനങ്ങളെല്ലാം നിയന്ത്രിച്ചു. DYFIക്കാരെ ഗുണ്ടകളാക്കി നാട്ടിലാകെ അഴിഞ്ഞാടാൻ വിട്ടു. SFIക്കാരെ കൊണ്ട് വന്ധ്യവയോധികനായ ഗവർണറുടെ തന്തയ്ക്ക് വിളിപ്പിച്ചു. നെയ്യാറ്റിൻകര ഗോപൻ്റെ ആറാട്ടെന്ന് പറയും പോലെ ആലക്കാടൻ വിജയൻ്റെയും കുടുംബത്തിൻ്റെയും ആറാട്ടായിരുന്നു ഇവിടെ നടന്നത്. ബ്രാഞ്ച് സെക്രട്ടറി മുതൽ അങ്ങ് മേലോട്ടുള്ള ഒരെണ്ണവും നിലത്തും താഴെയുമായിരുന്നില്ല നിൽപ്പ്. ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റി പറയുകയാണ് പിണറായിയെ മാത്രം കേന്ദ്രീകരിച്ച് തെറ്റായിപ്പോയെന്ന്. ഈ കേരളത്തിലെ ഒരു കുഞ്ഞിനും അറിയാത്ത ഒരു രഹസ്യമാണല്ലോ 3 മാസമെടുത്ത് കഷ്ടപ്പെട്ട് കേന്ദ്ര കമ്മിറ്റി ഗവേഷണം നടത്തി കണ്ടെത്തിയിരിക്കുന്നത്. ഒരു തന്തയെയും മകളെയും കയറൂരി വിട്ട് എങ്ങനെയും കാശുണ്ടാക്കി അർമാദിച്ച് ജീവിച്ചു കൊള്ളാൻ പറഞ്ഞിട്ട് സഞ്ചിയും തൂക്കി ബേബി തെക്കോട്ടും വടക്കോട്ടും നടക്കുകയാണ്. എനിക്ക് വണ്ടിക്കാശും തീറ്റക്കൂലിയും തന്നാൽ മാത്രം മതി, ഞാൻ ഡൽഹിയിലെങ്ങാനും പോയി PBയെ നിയന്ത്രിച്ച് കഴിഞ്ഞുകൊള്ളാമെന്ന് അദ്ദേഹം ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. ഈ കർത്തയുടെ കയ്യിൽ നിന്നും മകള് വാങ്ങിയ മാസപ്പടിയെപ്പറ്റി ബേബിയോടൊന്ന് ചോദിക്കാമോ? ഞഞ്ഞ പിഞ്ഞ കൊഞ്ഞ പറയും. ഒരിക്കൽ പറഞ്ഞു ED വേട്ടയാടുകയാണെന്ന്, പിന്നൊരിക്കൽ പറഞ്ഞു സംസ്ഥാന നേതൃത്വം അതിനൊക്കെ മറുപടി പറയുമെന്ന്. തോറ്റു തുന്നമ്പാടി മൂക്രായിട്ട് ചൂടുകാട്ടിക്കൊണ്ട് കത്തിക്കേണ്ട സമയമായി ഈ പാർട്ടിയെ. ഇപ്പോഴാണ് പിഴവ് പറ്റിയെന്ന് സമ്മതിക്കുന്നത്. പാർട്ടിയിൽ പരക്കെ വിവിധ കമ്മിറ്റികളിൽ അങ്ങ് വിമർശനമാണ്. പക്ഷേ മൂലക്കല്ലും മൂലാധാര പൊരുളും അവിടെ തന്നെ ഇരിപ്പുണ്ട്. ഞങ്ങളെ മാറ്റാമെന്നുള്ളത് സ്വപ്നം മാത്രമാണെന്നാണ് ഗോവിന്ദൻ പണയുന്നത്. നിങ്ങളെ മാറ്റിയാൽ അതിലും മുഴുത്ത കേമന്മാരാരുണ്ട് സഖാവേ? മുക്രയോടുന്ന പശുക്കളെയും പോത്തിനെയും ഒക്കെ നിയന്ത്രിക്കാൻ കർഷകർ കയറൊന്ന് ചുരുക്കി പിടിക്കുന്ന പരിപാടിയുണ്ട്. കയറിൻ്റെ നീളം കൂടുതലാണെന്ന് തോന്നുമ്പോൾ അവറ്റകൾക്ക് ഓടാൻ തോന്നും. ചുരുക്കി പിടിക്കുമ്പോൾ അടുത്ത ആളുണ്ടെന്ന് പശുവിന് തോന്നും. പിണറായി വിജയൻ എന്ന 4 കാലുള്ള പശു മേഞ്ഞ് നടന്നപ്പോഴൊന്നും തന്നെ കുറ്റിയടിച്ച് ബന്ധിച്ചിരുന്നതായി അദ്ദേഹത്തിന് തോന്നിയിട്ടില്ല. കാരണം കയറൊന്ന് വലിയുമ്പോൾ മാത്രമേ പശു തൻ്റെ ബന്ധനത്തെപ്പറ്റി ഓർക്കുകയുള്ളൂ. അടിച്ചു കെട്ടിയ കുറ്റി ഊരിയ അവസ്ഥ പോലെയായിരുന്നു പിണറായി വിജയൻ്റെ മേച്ചിലെല്ലാം. ഈ നാട്ടിലെ മാധ്യമങ്ങളും വിമർശകരും സ്വതന്ത്ര നിരീക്ഷകരും എല്ലാം ഈ കാണുന്ന കുറ്റങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടും അതൊന്നും ബേബി കേട്ട ലക്ഷണമേ കാണിച്ചില്ല. ചെവിക്കുള്ളിൽ ഈയം ഉരുക്കി ഒഴിച്ചിരിക്കുകയായിരുന്നു പിണറായി. വിമർശിക്കുന്നവരെയെല്ലാം തെറി വിളിക്കാൻ ക്യാപ്സൂൾ കമ്മികൾ റെഡിയായിരുന്നു. ഇപ്പോഴും ഇവന്മാർ വർഗവഞ്ചകന്മാരെ കുറ്റം പറഞ്ഞ് നടക്കുകയാണ്. പാർട്ടിക്ക് തെറ്റുപറ്റിയിട്ടില്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടി. ആശാസമരക്കാരെ നരകിപ്പിച്ചപ്പോഴും DYFIക്കാരും ഗൺമാന്മാരും കൂടി ആ യൂത്ത് കോൺഗ്രസ്സുകാരെ തല്ലി തകർത്തപ്പോഴും ബേബിയുടെ വായിൽ ചുണ്ണാമ്പായിരുന്നു.
വേണ്ട സമയത്ത് തുറക്കാത്ത വായ അറക്കപ്പൊടിയിട്ട് അടച്ചു വയ്ക്കുന്നതാണ് നല്ലത്. എല്ലാം കൈവിട്ടു പോയെന്നറിഞ്ഞപ്പോൾ കണ്ടവൻ്റെ അടുക്കളയിൽ കയറി പാത്രം കഴുകാൻ പോയി ബേബി. ജനങ്ങളുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി. ജനങ്ങൾ തൂത്തുവാരി ദൂരെ എറിഞ്ഞ് ചാണകവെള്ളം തളിച്ചിട്ടും അഹങ്കാരത്തിന് വല്ല കുറവുമുണ്ടോ? ഇത്ര കാലമായിട്ടും ഈ പാർട്ടി ജനാധിപത്യത്തെ കൊഞ്ഞനം കുത്തുകയാണ്. പാർട്ടി തോറ്റെന്ന് സമ്മതിക്കാൻ ഇപ്പോഴും ഇവന്മാർ തയ്യാറല്ല. ഇത് PR വർക്ക് കൊണ്ട് സതീശൻ നേടിയ വിജയമാണെന്നാണ് ഇപ്പോഴും പറഞ്ഞു നടക്കുന്നത്. പിണറായി വിജയനെ ഇക്കിളിയിട്ട് ചിരിപ്പിച്ച് നാടാകെ കൂറ്റൻ ബോർഡുകൾ സ്ഥാപിച്ചു. എന്നിട്ട് അതിൽ കയറി ഞെളിഞ്ഞിരുന്നിട്ട് ചോദിക്കുകയാണ് ഞാനല്ലാതെ മറ്റാരുണ്ട് എന്ന്. ഇത്രയും പ്രയാസപ്പെട്ട് മഹാരഹസ്യം കണ്ടുപിടിച്ച സ്ഥിതിക്ക് ഒരു മെഴുകുതിരി സമരം കൂടി നടത്തരുതോ സഖാവേ? ബേബി കഴിഞ്ഞ ദിവസം പറഞ്ഞത് കേൾക്കുന്നവർക്ക് താങ്ങാൻ കഴിയുന്ന തരത്തിലുള്ള പ്രസംഗങ്ങളെ നമ്മൾ നടത്താവൂ എന്നാണ്. കേൾക്കുന്നവൻ താങ്ങിയില്ലെങ്കിലും അവരെങ്ങനെയെങ്കിലും സഹിച്ചുകൊള്ളും. എന്നാൽ ചോദ്യം ചോദിക്കുന്നവരെ കയറി താങ്ങാൻ ചെല്ലരുത്. ഇത്രയും കാലം നിങ്ങളുടെയൊക്കെ വാ തുറന്ന് മണിക്കൂറുകളോളം പ്രസംഗിച്ചിട്ടും ഈ പാർട്ടി ഗതി പിടിച്ചോ? അപ്പോൾ കുറച്ചു നാളത്തേക്കെങ്കിലും വായയ്ക്ക് ഒരു വിശ്രമം അനിവാര്യമാണ്. VS തുല്യം VS മാത്രമാണെന്നൊക്കെ പിണറായി വിജയൻ പറഞ്ഞു തുടങ്ങി. എന്നിട്ട് ആ VSൻ്റെ ഒരു തലയെങ്കിലും ഏതെങ്കിലും ഒരു ബോർഡിൽ പാർട്ടി പ്രദർശിപ്പിച്ചായിരുന്നോ? ബേബി സാറേ, കേരളത്തിലെ കമ്മികളുടെ ലോകം ഒരു പ്രത്യേക തരം ലോകമാണ്. പിണറായി വിജയനെ താങ്ങുകയും തലോടുകയും ചെയ്യുന്ന സകല മാധ്യമങ്ങളും മൂന്നാം ഭരണം ഉറപ്പിച്ചതായിരുന്നു. കാശ് വാങ്ങി അവർ നടത്തിയ പ്രീപോൾ സർവേ കണ്ടാൽ രോമാഞ്ചം വരുമായിരുന്നു. അന്തം കമ്മികളും നേതാക്കന്മാരും കരുതി വച്ചിരുന്നത് 99 സീറ്റുള്ള ഇടതുപക്ഷത്തിന് 10 കൂടി അധികത്തിൽ നേടുക എന്നത് പ്രയാസമുള്ള കാര്യമേ അല്ല എന്നായിരുന്നു. 42 സീറ്റുള്ള UDF ഒരു കാരണവശാലും 100-ലെത്തില്ലെന്ന് അവർക്ക് വിശ്വാസമുണ്ടായിരുന്നു. എന്തായിരുന്നു ഈ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം? ഇങ്ങനെ കുറേ കോലാഹലങ്ങളും PR വർക്കുകളും കാശ് കൊടുത്തുള്ള പ്രീപോൾ സർവേകളും പിണറായി വിജയൻ്റെ തലയും മാത്രം മതി തങ്ങൾക്ക് ജയിക്കാമെന്ന് പാവങ്ങൾ ചിന്തിച്ചു പോയി. അതിരാവിലെ കിടക്കപ്പായിൽ നിന്നും എഴുന്നേൽക്കുമ്പോൾ തന്നെ ഈ കാലന്മാരുടെ ഭരണം തീരാൻ പോകുന്നു എന്ന ആശ്വാസത്തിലാണ് സാധാരണ മനുഷ്യർ പോലും ഉറക്കമുണർന്നത്. ഈ രഹസ്യം പക്ഷേ പാർട്ടി അറിഞ്ഞില്ല. സ്വന്തം പാർട്ടിക്കാർ വരെ നിഴലായി കൂടെ നിന്ന് പരിഹസിച്ചതും ഈ മണ്ടന്മാർ കേട്ടില്ല. താൻ ജനിച്ചു ജീവിച്ചു വളർന്ന സ്ഥലത്തെ ജനങ്ങൾ പോലും തന്നെ വിശ്വാസത്തിലെടുത്തില്ല എന്ന തിരിച്ചറിവ് പിണറായിക്കും ഇല്ലാതെ പോയി. 1,00,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച പുള്ളി ചക്രശ്വാസം വലിച്ചാണ് കരകയറിയത്. എന്നിട്ട് മരക്കുറ്റി ചാനലിലെ പോക്സോ അരുണിൻ്റെ മുമ്പിലിരുന്ന് കുലുങ്ങി ചിരിച്ചുകൊണ്ട് പിണറായി ചോദിക്കുകയാണ് പറവൂരിൽ പ്രതിപക്ഷ നേതാവിൻ്റെ നില ഭദ്രമാണോ എന്ന്. പിണറായി വിജയനെ ചോദ്യം ചെയ്യാൻ ED വിളിക്കുമ്പോഴെങ്കിലും ദേശീയ സെക്രട്ടറി ബേബി ഇവിടെ കാണണേ. മകളുടെ വീട്ടിൽ റെയ്ഡ് ചെയ്തപ്പോൾ എന്തൊക്കെ സമരങ്ങളാണ് ബേബി അവിടെ ചെന്ന് കാണിച്ചു കൂട്ടിയത്. നാണമുണ്ടോ സഖാവേ ഒരു മുഴം തുണിയെടുക്കാൻ? കഴിഞ്ഞ കേന്ദ്ര കമ്മിറ്റി കഴിഞ്ഞ ശേഷം ബേബി പറഞ്ഞത് ജനറൽ സെക്രട്ടറിയായി എനിക്ക് മുതൽ ബ്രാഞ്ച് സെക്രട്ടറിക്ക് വരെ ഈ പരാജയത്തിൻ്റെ ഉത്തരവാദിത്തമുണ്ട് എന്നാണ്. നോക്കണേ, വയറ്റിപ്പിഴപ്പിന് വേണ്ടി മാത്രം പാർട്ടിയുടെ ബ്രാഞ്ചിലൊക്കെ പ്രവർത്തിക്കുന്ന പാവങ്ങളുടെ പെടലിക്ക് വെച്ച് കെട്ടിയാതും. 82 വയസ്സുള്ള ഈ മനുഷ്യനെ പ്രതിപക്ഷ നേതാവാക്കാൻ വേണ്ടിയാണോ ഇപ്പോഴും PBയിൽ വെച്ചുകൊണ്ടിരിക്കുന്നത്? പലരും നരച്ചിടും ചിലരെ നന്നായിടൂ എന്ന് കുഞ്ഞുണ്ണി മാഷ് പാടിയിട്ടുണ്ട്. ബേബി ഈ ജന്മം നന്നാവുമെന്ന കാര്യത്തിൽ ഒരു പ്രതീക്ഷയും ഇല്ല.